ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എത്ര കണ്ട് ബുദ്ധിമുട്ട് നിറഞ്ഞ ജീവിതമാണ് ആ കുടുംബം അവിടെ നയിച്ചിരുന്നത്. അതായത് അപകടത്തിൻ്റെ തുരുത്തിൽ തന്നെയായിരുന്നു, അപകടം ഏത് നിമിഷവും മുന്നിൽ കണ്ടു തന്നെയായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ആ യുവതിയുടെ മരണവും സംഭവിക്കുന്നു. ശ്രീജിത്ത്, എന്താണ് അവിടുത്തെ സാഹചര്യം? ഈ കോട്ടയത്ത് നിന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ RRT ടീം കോട്ടയത്ത് നിർത്തണം, എന്നാൽ മാത്രമേ ആനയെ ഇറങ്ങിയാൽ ഓടിക്കാനാവൂ എന്ന വിചിത്ര സാഹചര്യം അവിടെ ഉണ്ടെന്നൊക്കെ അവിടുത്തെ MLA പറയുന്നു. എന്താണ് സാഹചര്യം? സജിത്ത്, ഞാൻ സംസാരിക്കുന്നതിൽ കൂടുതൽ ഇവിടുത്തെ സാഹചര്യം പറയാൻ ഞാനിപ്പോൾ ഉള്ളത് ത്വാഹ ജുമാ മസ്ജിദിലാണ്. ഇവിടെയാണ് മൃതദേഹം പൊതുദർശനത്തിനായി എത്തിക്കുക. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അതാ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശവാസികൾ, ഈ നാട്ടുകാർ, ഇവരുടെ അയൽവാസികളൊക്കെയാണ്. നമുക്ക് അവരോട് സംസാരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇതൊരു സ്ഥിരം ശല്യമുള്ള പ്രദേശമാണ് അല്ലേ? ഏതാണ്ട് 4 വർഷം ആയി തുടർച്ചയായിട്ട് വന്യമൃഗശല്യം. അത് കാട്ടാന എന്ന് പറഞ്ഞാൽ ഒരു 9-10 എണ്ണം വെച്ച് പല കൂട്ടങ്ങളായിട്ട് ഒരു 27-30 കാട്ടാന ഇവിടെ തന്നെ ഉണ്ട്, സ്ഥിരമായിട്ടുണ്ട്. പിന്നെ കടുവയുണ്ട്, പുലിയുണ്ട്. കൃത്യമായി വന്ന് മൃഗങ്ങളെ ആക്രമിക്കുന്നതും ഞങ്ങൾ നേരിട്ട് കാണുകയൊക്കെ ചെയ്ത സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. കാട്ടുപന്നിയാണ് അതിനേക്കാൾ ഭയങ്കരമാണ്. ഈ RRT സംഘത്തെയൊക്കെ വനംവകുപ്പ് നിയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ പെട്ടെന്നുള്ള ഒരു ആക്ഷൻ ഉണ്ടാവുന്നുണ്ടോ? എന്താണ് ഇവിടെ RRT സംഘം എന്ന് പറയുന്നത് കേട്ടുകേൾവി മാത്രമാണ്. കാരണം ഈ പ്രദേശത്തുണ്ടാകുന്ന ഇത് ഇടുക്കി ജില്ലയാണ്. ഇവിടെ ഇങ്ങനത്തെ സംഭവത്തെക്കുറിച്ച് നമുക്കറിയില്ല. പിന്നെ ഉള്ളത് കോട്ടയം ജില്ലയാണ്. വണ്ടൻപാതാലിലുണ്ടെന്നാണ് അറിവ്. പക്ഷേ നമ്മളിവിടെ വന്യമൃഗശല്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ കൊമ്പൂത്തിൽ ഒരു ഗാർഡുണ്ട്, ഫോറസ്റ്റ് ഗാർഡ്. അപ്പോളോ എന്ന് വിളിപ്പേര് ഉദയകുമാർ. ഞങ്ങൾ എന്തൊരാവശ്യമുണ്ടെങ്കിലും പുള്ളിയെ വിളിച്ചാൽ അങ്ങേര് കൃത്യസമയത്ത് ഓടിയെത്തും. പുള്ളി വന്ന് വിളിച്ചറിയിച്ചതിന് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞാണ് മറ്റു ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുക. അദ്ദേഹം ഒറ്റയ്ക്ക് വന്നൊന്നും ചെയ്യാനും കഴിയില്ല. പക്ഷേ അദ്ദേഹം ഓടിയെത്താറുണ്ട്. ബാക്കി ഉദ്യോഗസ്ഥരൊന്നും സമയത്തെത്താറില്ല. ഒന്നുകിൽ യാത്രാ ദുരിതത്തിൻ്റെ ആവാം, അല്ലെങ്കിൽ അവരുടെ അസൗകര്യം എന്തോ ആവാം. പക്ഷെ ഇവിടെ എത്താറില്ല, അത് സത്യമാണ്. ശരിക്കും നിങ്ങളെ സ്ഥിരമായി ഒന്ന് അവഗണിക്കുന്നു എന്നൊരു തോന്നലുണ്ടോ? പ്രത്യേകിച്ച് ഒരു സംഭവം ഉണ്ടായാൽ ഇത്രയും വൈകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവഗണന ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ 4 വർഷം കൊണ്ട് ഇവിടെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്, ഈ വന്യമൃഗ ജീവികളെ ഈ അക്രമത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണം എന്നിവിടുത്തെ തോട്ട ഉടമകളോടും ഈ സർക്കാരിനോടും ആവശ്യപ്പെടുന്നു. MLA ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ നടത്തിയത് യാതൊരുവിധ ഫലവും ഉണ്ടായിട്ടില്ല. ഈ 4 വർഷം കൊണ്ട് എന്താ മാറ്റം ഉണ്ടായി? അതിനുശേഷം എന്തുകൊണ്ടായി ഇങ്ങനെ? അതെന്താ നിങ്ങൾക്ക് കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. അല്ല, അതെന്താ അങ്ങനെ സംഭവിക്കുന്നതെന്ന്? അത് എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഇവിടെ ഈ കാട് പിടിച്ചത് കൊണ്ടാണോ? അങ്ങനെയൊക്കെ ചിലർ നേരത്തെ ഈ എസ്റ്റേറ്റ് മേഖല മുഴുവനും കുറ്റിക്കാടുകളാണ്. വനം അതിനകത്ത് ആനയ്ക്ക് ഇഷ്ടംപോലെ തീറ്റയുണ്ട്. അപ്പോൾ ഇത് ഉൾവനത്തിലേക്ക് പോയാലും ഓടിച്ചു വിട്ടുന്ന പറയും വീണ്ടും അത് അവിടെ തന്നെ എത്തും. ഈ വലിയ ആനക്കൂട്ടങ്ങൾ കാണുന്ന ഒരു സ്ഥലം ഇവിടെ തന്നെ അല്ലേ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊക്കെ വാർത്ത കൊടുക്കാറുണ്ട്. 30-35 ആനയ്ക്ക് മേളിൽ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 5-6 എണ്ണം വീതമായിട്ട് തിരിഞ്ഞു പോയത്. കൂട്ടം വിട്ടുപോയിട്ട് 1-2 ഇതിപ്പോൾ ഒരെണ്ണം കണ്ടാ വന്നിരിക്കുന്നത്. ഇന്നലെ 2 എണ്ണം ഈ കൊമ്പത്തി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൂട്ടം വിട്ടുപോയി. ഇവർക്ക് ഇതിനെ ഒന്നിച്ച് കൊണ്ടുപോയി വലിയ കാട്ടിലോട്ട് കൊണ്ടുവിടാൻ ഇവർക്ക് പറ്റുന്നില്ല. ഇവർ ശ്രമിക്കുന്നില്ല ഫോറസ്റ്റുകാർ. പിന്നെ ഇവിടെ TRND എസ്റ്റേറ്റിൽ ഈ പറഞ്ഞ പോലെ കുറ്റിക്കാട്, മരം മുറിച്ച് പോയെടുത്ത് ഭയങ്കര കാടായി കിടക്കും. ഇന്നലെ സംഭവിച്ചതാണ്. ഭയങ്കര കാടാണ്. അതാരും കമ്പനി ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ വന്നിട്ടാണ് ഇന്നലെ അത് സംഭവിച്ചത്. അപ്പോൾ കാണത്തില്ല, ആന നിന്നാൽ പോലും കാണത്തില്ലാത്ത രീതിക്ക് കുറ്റിക്കാടാണ്. അപ്പോൾ അത് മൊത്തം തെളിച്ച് എടുത്ത് കാട് വൃത്തിയാക്കി ഇട്ടാൽ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ജീവിതം വലിയൊരു ദുരിതം എന്ന് പറഞ്ഞാൽ പറയട്ടെ ഈ പ്രദേശത്തല്ലേ? അതെ, വളരെ ദുരിതം എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് പേടിച്ചിട്ടും ഭയന്നിട്ടും ഇവിടുന്ന് ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറ്റത്തിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ്. കാരണം ഇപ്പോൾ ഈ പള്ളിയുടെ പ്രദേശമാണ്. ഇതിൻ്റെ ചുറ്റിനും അങ്ങോട്ട് നോക്കിയാൽ തന്നെ അറിയാം, ഇത് മൊത്തം വനപ്രദേശമായിട്ട്. ഇതിൻ്റെ എല്ലാം തൊട്ട് പിന്നിൽ വരാറുള്ളത് ഈ പള്ളിയുടെ തൊട്ടടി വശം ഇവിടെ കഴിഞ്ഞ ദിവസം വന്നാൽ ഇതിന് തൊട്ടടി വശം ഇവിടെ എല്ലാം ഇതിലെ വന്നിട്ട് 5-8-10 എണ്ണം വന്നിട്ട് ഈ വേലി സൈഡ് ഇതിലെല്ലാം പോയി ഈ ഭാഗമെല്ലാം നശിപ്പിക്കാൻ ഞങ്ങൾക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യാത്തൊരു അവസ്ഥയാണ്. ഇവിടുന്ന് അപ്പുറത്തൊരു കിണറുണ്ട്. ആ കിണറിൻ്റെ ചുറ്റിനും കുറേ കമുകും പിന്നെ വൃക്ഷങ്ങളും നശിപ്പിച്ച് അങ്ങനെ വളരെ ഭയങ്കര ശല്യം. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഇവർ ജോലിക്ക് പോകുന്ന സ്ഥലമുണ്ട്, ടാപ്പിംഗ് ഫീൽഡാണ്. ആ ഫീൽഡിലോട്ട് നേരം എടുത്ത് അങ്ങോട്ട് പോകാനൊക്കാത്തൊരവസ്ഥയാണ്. ഇവിടെ അവരുടെ ടാപ്പിംഗ് ഫീൽഡിലും അത് എത്ര എണ്ണമെന്നൊന്നും പറയാനൊക്കെ 40-50 മേളിലുണ്ട് ആന. പല വഴിക്ക് തിരിയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട് അവിടെ ഈ കൊമ്പൂത്തി ഭാഗം. അങ്ങനെ ഒരു തുരുത്തിൽ പെട്ടിരിക്കുന്നത് പോലെയാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ. 4 വശത്തും ശല്യമാണ്. അപ്പോൾ ഇത് ഈ കമ്പനിക്കാരൻ ഇതിനകത്ത് കളയെടുക്കുകയും മറ്റു കാര്യങ്ങളും ഈ വലിയ വനമാണ്. ഇപ്പോൾ ഈ മരണം സംഭവിച്ചതും വനം ഭീകരമായ വനമായിട്ട് കിടക്കുക. അപ്പം ഈ ഇതെടുത്ത് കുറേ സർക്കാരും കമ്പനിക്കാരനും കൂടെ കൂടിക്കൊണ്ട് ഇതെടുത്ത് കളയുകയാണെങ്കിൽ
കുറേ ഭേദമുണ്ട്. കുറേ മനുഷ്യർക്ക് ഈ ജീവിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും അധികം താമസിക്കാതെ ഒരു 5-8 വർഷം പോലും വേണ്ട അതിന് എല്ലാവരും ഇവിടെ ഇട്ടെറിഞ്ഞിട്ട് പോകും. ഇപ്പോൾ ഇവിടെ ആൾ താമസം കുറഞ്ഞു വരിക. ശരി. കുറച്ച് വനിതകൾ കൂടിയുണ്ട്, നമുക്ക് അവരുടെ കൂടി പ്രതികരണം എടുക്കാമെന്ന് കരുതുന്നു. സജിത്ത്, നിങ്ങളൊക്കെ ഇവിടെ ഇറങ്ങുന്ന സമയത്ത് വലിയ പ്രശ്നമുണ്ടല്ലോ? ഉണ്ട്. ഞങ്ങൾ ടാപ്പിംഗ് ഫീൽഡിൽ പോകുന്നവരാ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ട് ഞങ്ങൾ ഓടിയിട്ടുണ്ട് ആനയെ കണ്ടിട്ട്. കഴിഞ്ഞ ദിവസവും എൻ്റെ ലയത്തിൻ്റെ ആ സൈഡിൽ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി 16 ഉണ്ടായിരുന്നു രാത്രിയിൽ. എങ്ങനെ ജീവിതം പേടിയായിരിക്കും അല്ലേ? സുരക്ഷിതമില്ല. എന്താണെന്ന് വെച്ചാൽ എസ്റ്റേറ്റ് മേഖലയായതുകൊണ്ട് ഞങ്ങൾ ടാപ്പിങ്ങുകാരാണ്. ഞങ്ങളൊക്കെ ടാപ്പിങ്ങുകാരാണ്. ഇത് കാട്ടുവേല ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ ഞങ്ങൾ രാവിലെ ഇറങ്ങുമ്പോഴേ ഞങ്ങൾക്ക് പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കള എടുക്കുന്നൊരു അവസ്ഥയില്ല, പ്ലാന്റ് ചെയ്യുന്ന ഒരവസ്ഥയില്ല. മരം മുറിച്ച് കൊണ്ടുപോയാൽ അവിടെ റീപ്ലാന്റ് ഇല്ല. അപ്പം അതുകൊണ്ടൊക്കെ കാട് കയറി കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര പേടി. ഈ മരിച്ച ആളുമായിട്ടും നല്ല പരിചയം ഉണ്ടായിരുന്നു? ഞങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതും വരുന്നതും സഹകരിക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ അവർക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എസ്റ്റേറ്റിൽ കിടക്കുന്നു, അവർ എസ്റ്റേറ്റിൻ്റെ പുറത്ത്. അപ്പം ശ്രീജിത്തിലേക്ക് വരാം. എന്തായാലും